എന്നെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ നീ ഒരു കാര്യം മറന്നു. അകപ്പെടുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവില്ല, നീയും കൂടെ ചേർന്നയാകുമെന്ന്. എന്റെ പൊന്നു രാംജി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് യു ലൗസി ചീറ്റ്. മന്ത്രിയും ദിവാനുമൊക്കെ അങ്ങ് നിന്റെ നാട്ടിൽ. എന്റെ മുന്നിൽ നീ എന്നും ആ പീറ ബാലനാണ്. രാംജി, ആഭ്യന്തര വകുപ്പ് മന്ത്രി ബാലകൃഷ്ണൻ ബോംബെയിൽ കിടന്ന് ഹൃദയസ്തംഭനം മൂലം മരിക്കും. ഡെഡ് ബോഡി ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിൽ കൊണ്ടുപോകുമ്പോൾ റീത്ത് വെക്കാൻ ഞാൻ വരും. ഒരുത്തനും എന്നെ തൊടില്ല. അറിയോ നിനക്കത്? അറിയാം. ഗൺ പോയിന്റിന്റെ മുമ്പിൽ അടിയറവ് പറയിച്ച് ഒപ്പിടിക്കുന്നത് പോലെയാണ് എന്നെ കൊണ്ട് അവരത് ചെയ്യിച്ചത്. അവർക്ക് വേണ്ടിയിരുന്നത് രാംജിയാണ്. എന്തെങ്കിലും കുറച്ച് വിവരങ്ങളൊന്നും വിട്ടുകൊടുത്തില്ലെങ്കിൽ അന്നേ എന്റെ അന്ത്യമായനെ. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ രാംജി കാണിച്ച അതിബുദ്ധി കാരണമാണ് ഗായത്രി വഴി ആ ഫോട്ടോഗ്രാഫ്സ് അവരുടെ കയ്യിലെത്തിയതും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിപ്പോ വെട്ടിലായതും. ഫോണിലൂടെ പറയാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ നേരിട്ട് വന്നത്. തിന്ന ചോറിന്റെ കൂറ് ബാലം മറന്നിട്ടില്ല. വേറെ ആരും പറഞ്ഞല്ല, ഞാൻ തന്നെ വന്ന് പറഞ്ഞാണ് രാംജി ഇത് അറിഞ്ഞതെന്നെങ്കിൽ ഓർക്കൂ. ഇത്രയും വിവരങ്ങൾ കിട്ടിയെന്ന് വെച്ച അവന്മാർ എന്നെ മാത്രം വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ആ ഫോട്ടോസിന്റെ നെഗറ്റീവ്സ് ഇപ്പോഴും ഉണ്ട് അവരുടെ കയ്യിൽ. ഞാൻ അവരുടെ കംപ്ലീറ്റ് മൂവ്മെന്റ്സ് വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അനന്തു ഒറ്റയ്ക്കല്ല. കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു താപ്പാന ജേർണലിസ്റ്റ് അവന്റെ കൂടെയുണ്ട്. അയാൾക്ക് പത്രക്കാരുടെ നല്ല കോണ്ടാക്ട്സാ. ഡൽഹിയിലും ഇവിടെ ബോംബെയിലും ഒക്കെ പയറ്റി തെളിഞ്ഞ ആളാ. നാഷണൽ ഡെയിലി ഉൾപ്പെടെയുള്ള എല്ലാ പത്രക്കാരെയും വിളിച്ച് ഒരു പ്രസ് മീറ്റ് നടത്തി രാംജി ആക്രമിക്കാനാണ് അവരുടെ ആദ്യത്തെ പരിപാടി. അവരെ തടയാൻ ഞാൻ വിചാരിച്ചാൽ പറ്റില്ല. മാത്രമല്ല, എന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് പത്രക്കാർക്കെതിരെ എന്ത് ചെയ്താലും അത് അപകട. രാംജിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, ചെയ്തേ മതിയാകൂ. ആ പത്രസമ്മേളനം നടക്കരുത് അല്ലേ? തൽക്കാലം അത് മതി. നിയമത്തിന്റെ വഴികൾ വിട്ട് നടക്കാൻ മൂർത്തി സാർ അനുവദിക്കില്ല. രാംജിയെ ജയിലിൽ അടച്ചതുകൊണ്ട് മാത്രം എന്റെ അമ്മയുടെയും ഉഷയുടെയും ആത്മാവിന് ശാന്തി കിട്ടില്ല മീനു. ജീവന്റെ വില ജീവൻ മാത്രമാണ്. അത് ഞാൻ വാങ്ങിയിരിക്കും. തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്താനാവുമെന്നാണോ? അതെനിക്കറിയില്ല. അംഗം കുറിച്ച സ്ഥിതിക്ക് രണ്ടിലൊരാൾക്കേ ജീവിച്ചിരിക്കാൻ അവകാശമുള്ളൂ. എനിക്ക് ജീവിച്ചിരുന്നേ മതിയാവും. മീനുവിനെ കാണണമെന്ന് പറഞ്ഞത് ജീവിതത്തിൽ ആദ്യമായി ഞാൻ മൂർത്തി സാറിനെ ധിക്കരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതറിയുമ്പോ അദ്ദേഹം വേദനിക്കും. അന്ന് ചിലപ്പോ എന്റെ മാനസിക നില പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ എനിക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. ഹലോ, അനന്തു മദ്രാസിലാണ്. കൃഷ്ണമൂർത്തി ഉണ്ട്, ഒറ്റയ്ക്കാണ്. പത്രസമ്മേളനം ഇനി അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ കൃഷ്ണമൂർത്തി ആയതുകൊണ്ട് അനൗൺസ് ചെയ്യാതെ പെട്ടെന്ന് നിമിഷത്തിൽ നടത്താനും മതി. അനന്തുവിന്റെ ആബ്സെൻസിലോ? മൂർത്തി ആയതുകൊണ്ട് ഉറപ്പു പറയാനും പറ്റില്ല. പ്രസ് ക്ലബ് അല്ലേ? അതെ. കൃഷ്ണമൂർത്തി സാറിനെ ഒന്ന് വേണം. അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെ ജ്യേഷ്ഠ സുഹൃത്തിന്റെ വിയോഗം. ഹലോ, അദ്ദേഹം നമുക്കൊരു സുഹൃത്ത് മാത്രമല്ല. നിങ്ങൾ ആരാണ്? കൃഷ്ണമൂർത്തി സാറിന്റെ ഒരു ഫ്രണ്ടാ. മദ്രാസിൽ നിന്നാ. ഒന്ന് വേഗം കൊടുക്കൂ. സോറി, കൃഷ്ണമൂർത്തി സാറിന്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് ഒരു യോഗം നടക്കുകയാണ് ഇവിടെ. എന്ത്? അദ്ദേഹം ഇന്നലെ രാത്രി മരിച്ചു. എന്റെ വഴിയും ലക്ഷ്യവും വേറെയാണെന്ന് അന്നേ മൂർത്തി സാറിനോട് തുറന്നു പറയാമായിരുന്നു. എങ്കിൽ എനിക്ക് വേണ്ടി മൂർത്തി സാറിന് രാംജിയുടെ ശത്രുതയ്ക്ക് ഇരയാവേണ്ടി വരില്ലായിരുന്നു. അമിതമായി മദ്യപിച്ച് മരിച്ചു എന്നാണ് റിപ്പോർട്ട്. അല്ലെന്നറിയാമായിരുന്നു, പറഞ്ഞില്ല, ഭാവിച്ചില്ല. എന്ത് ഫലം? മീനു, കുറ്റബോധം തോന്നേണ്ട സമയമല്ല ഇത്. അന്ന് തെറ്റിന്റെ വഴി തെരഞ്ഞെടുത്തു എന്ന് തോന്നി. തടയാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ചു. പക്ഷെ ഇന്ന് എന്റെ അച്ഛൻ കൊല്ലപ്പെട്ടതാണെന്നുള്ള ബോധ്യം മനസ്സിൽ കിടന്ന് നീറുമ്പോ ഇല്ല, അനന്ത് പറഞ്ഞതാണ് ശരി. ജീവന്റെ വില ജീവൻ തന്നെയാണ്. മീനു, ഉഷയുടെ അമ്മയുടെ ആത്മാവിന് മാത്രമല്ല
എന്റെ അച്ഛന്റെ ആത്മാവിനും കൂടി വേണം ശാന്തി. എക്സ്ക്യൂസ് മീ, ബിന്ദു ബാലകൃഷ്ണൻ അല്ലേ? അതെ, എന്നെ അറിയില്ല. ഞാൻ മീനാക്ഷി മൂർത്തി. ഇവിടെ ഫിപ്സൺ ആൻഡ് കമ്പനിയിലെ ജോലി കിട്ടി ജോയിൻ ചെയ്യാൻ വന്നതാ. കൊച്ചിയിലാണ് നാട്. ബിന്ദുവിന്റെ കൂടെ ഓൾസൈൻസിലുണ്ടായിരുന്ന ലിസ എന്റെ ഫ്രണ്ടാണ്. ഇവിടെ പരിചയക്കാരാരുമില്ല. മൈലാപ്പൂരിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ ബെഡുണ്ട്. ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ കിട്ടൂ. ലിസ പറഞ്ഞിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബിന്ദുവിനെ വന്ന് കാണാൻ. ഹോസ്റ്റലിലെ മാറ്ററിന് ബിന്ദുവിന്റെ അച്ഛനെ അറിയാം. ബിന്ദു വന്നൊരു വാക്ക് പറഞ്ഞാൽ അത് എന്റെ അച്ഛനും ബാലകൃഷ്ണൻ സാറിന് അറിയാം. പറഞ്ഞാൽ ഓർക്കും. പ്ലീസ് ഒന്ന് വരുമോ? ശരി. പറഞ്ഞിട്ട് ഇതെവിടേക്കാണ്? തെറ്റിയിട്ടില്ല, പോകേണ്ടിടത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഞാൻ എവിടേക്കില്ല, ഇത് ചതിയാണ്. അതെ, ചതിയാണ്. പറഞ്ഞ് പറ്റിച്ച് കിഡ്നാപ്പ് ചെയ്തത് തന്നെ. അച്ഛന്റെ ഏറ്റവും വലിയ ദൗർബല്യം മകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. എന്ത് പേടിക്കണ്ട, ഞങ്ങൾ ഉപദ്രവിക്കില്ല. കരഞ്ഞ് ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല. ബിന്ദുവിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. മകൾ അപകടത്തിലാണെന്ന് അറിഞ്ഞാൽ മാത്രമേ മന്ത്രി ബാലകൃഷ്ണൻ മുട്ടുവിട്ടു. എന്ത്? ഹോസ്റ്റലിൽ ഇതുവരെ അവൾ എത്തിയിട്ടില്ലെന്നോ? കോളേജിൽ നിന്ന് പിന്നെ അവൾ എവിടെ പോയി? ഫ്രണ്ട്സിന് ആർക്കൊരു വിവരമില്ലേ? പ്രിൻസിപ്പൽ എന്ത് പറഞ്ഞു? ശരി, വേണ്ട. പോലീസിനെ വിളിച്ചു പറയുന്നതൊക്കെ ഞാൻ അവിടെ വന്നിട്ടാകാം. രാവിലത്തെ ഫ്ലൈറ്റ് ഞാനങ്ങെത്തും. ആ മതി. നാളത്തെ മദ്രാസ് ഫ്ലൈറ്റ് ടിക്കറ്റ് പറയും. നാളെ ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട് സർ. ക്യാബിനറ്റ് മീറ്റിംഗ് മണ്ണാൻ കെട്ടാ. എടോ, എന്റെ മകളെ കാണാനില്ല. താൻ ആദ്യം ടിക്കറ്റ് പറയും. സർ, ആ തമിഴ്നാട് ഹോം മിനിസ്റ്റർ ഒന്ന് ലൈനിൽ വിളിച്ചു തന്നെ. ഹലോ, 1 മിനിറ്റ്. ആരാ സർ, മദ്രാസിൽ നമ്മോടാണെന്ന് തോന്നുന്നു. ഹലോ അച്ഛാ, ഞാൻ ബിന്ദുവാണ്. മോളെ, നീ എവിടെയാ? ഞാനിവിടെ തടവിലാണ്. എന്നെ ഇവര് തട്ടിക്കൊണ്ട് വന്നതാ. അവരാവശ്യപ്പെടുന്നതിന് അച്ഛൻ വഴങ്ങിയില്ലെങ്കിൽ എന്റെ ജീവൻ അപകടത്തിലാണ്. അവരാരാ മോളെ? നീ എവിടെയാ? അവർക്ക് എന്താ വേണ്ടത്? സോറി സർ, ഈ വിളിക്കുന്ന ഫോൺ കോളിന്റെ സോഴ്സ് അറിയാൻ ശ്രമിക്കും മുമ്പ് ഒരു കാര്യം ഓർക്കുക. എന്റെ നേർക്ക് ചൂണ്ടുന്ന ഓരോ വിരലും അപകടത്തിലാക്കുന്നത് നിങ്ങളുടെ മകളുടെ ജീവനെയായിരിക്കും. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താണ് ആവശ്യം? പണോ അതോ മറ്റെന്തെങ്കിലോ? എന്തായാലും പറയൂ. എന്റെ മോളെ എനിക്ക് വിട്ടുതരൂ. തടവിൽ കഴിയുന്ന കുറ്റവാളിയെ പുറത്തു വിടുകയല്ല എന്റെ ആവശ്യം. ജനമധ്യത്തിൽ VVIP ആയി നിങ്ങളുടെ തണലിൽ കഴിയുന്ന ഒരു ക്രിമിനലിനോട് കണക്ക് തീർക്കുകയാണ്. I want to take vengeance on a dirty devil of a bloody cruel criminal. റാംജി. അനന്തു, എന്റെ ശബ്ദം നിങ്ങൾ മറന്നിട്ടില്ല. എനിക്ക് ആവശ്യം റാംജിയാണ്. ഏത് തന്ത്രവും സമ്മർദ്ദവും ഉപയോഗിച്ചും അയാളെ മദ്രാസിലേക്ക് വരുത്തണം. മദ്രാസിലേക്കോ? അതെ. 24 മണിക്കൂർ സമയം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതിനകം ഒറ്റയ്ക്ക് മറ്റാരുടെയും തുണയില്ലാതെ റാംജിയെ എന്റെ മുന്നിൽ എത്തിക്കണം. സമയപരിധി തെറ്റിച്ചാൽ, അതിനിടയിൽ പോലീസിനെ രംഗത്തിറക്കിയാൽ, മുമ്പ് കാണിച്ച അതിബുദ്ധിയും ചതിയും ആവർത്തിച്ചാൽ, ഇല്ല, ഒരിക്കലുമില്ല. പുലർച്ചയ്ക്ക് ഞാൻ വീണ്ടും വിളിക്കും. കൃത്യമായ ഒരു മറുപടി എനിക്ക് അപ്പൊ കിട്ടിയിരിക്കണം. ഹലോ ഹലോ, ആരെയും വിളിക്കണ്ട സർ. രാവിലത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയേ. ശരി സർ. ബിന്ദുവിനെ കാണാതായ വിവരവും എന്റെ മദ്രാസ് യാത്രയും വേറെ ഞാൻ തൽക്കാലം ശരി അറിയാം. സർ.